നമസ്കാരം മലയാളികളെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അന്റാർട്ടിക്കയിൽ നടന്ന പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചാണ്. അന്റാർട്ടിക്കയിൽ നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ കോവിഡ് വർദ്ധിക്കാൻ കാരണമായോ ഇല്ലയോ? അന്റാർട്ടിക്കയിൽ നടന്ന ഇലക്ഷനിൽ 70F കാൻഡിഡേറ്റ് ടിൻഡുമോന് ലഭിച്ചിരിക്കുന്നത് 1111 വോട്ടുകളാണ്. ഇതുകൂടാണ്ട് 5DF കാൻഡിഡേറ്റ് ടുട്ടുമോന് ലഭിച്ചിരിക്കുന്നതും 1111 വോട്ടുകളാണ്. ഇതുകൂടാണ്ട് 1DA കാൻഡിഡേറ്റ് ഡുണ്ടുമോന് ലഭിച്ചിരിക്കുന്നതും 1111 വോട്ടുകളാണ്. മൊത്തം പോൾ ചെയ്തേക്കുന്നത് വോട്ടുകൾ 3331, മൊത്തം വോട്ടർമാർ 999. ശരിക്കും പറഞ്ഞാൽ 9999 വോട്ടർമാരുണ്ടായിട്ട് 3331 വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്തെങ്കിൽ 50% പോളിംഗ് പോലും ഇല്ലെങ്കിൽ ഇലക്ഷൻ റദ്ദ് ചെയ്ത് TV ഓഫ് ചെയ്യുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം മുല്ലപ്പെരിയാറിൽ സൺലൈറ്റ് ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ? കാര്യം 1999 ഡിസംബർ 31 മുതൽ 2000 പരം റെഡ് അലേർട്ടിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിനെ വയനാട് മല വന്ന് മലപ്പുറത്തിന്റെ മുകളിൽ കൂടെ കടലിൽ പതിക്കാതെ മുല്ലപ്പെരിയാർ വന്നിട്ട് ഹൈക്കോടതി കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ കടലിൽ പതിച്ച് സുനാമി ഉണ്ടാവാതെ കേരളത്തിനെ രക്ഷിക്കുന്നത് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. കാര്യം അഭിലാഷ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി സൺലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മുല്ലപ്പെരിയാർ, ഏത് കേരള, ഏത് ഇന്ത്യ, ഏത് ഏഷ്യ? ലോകത്തിലെ ഒരേ ഒരു മനുഷ്യദൈവം ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എല്ലാം ഒരാൾ, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. നന്ദി.